Hi friends, welcome back to Colors Malayalam Stitching. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചുരിദാർ ടോപ്പിന്റെ കട്ടിംഗ് വീഡിയോ ആണ്. അപ്പോൾ ചുരിദാറിന്റെ ഡീറ്റെയിൽഡ് സ്റ്റിച്ചിങ് വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതും കൂടി എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പോൾ തുണി ആദ്യം നമുക്ക് നാലായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതുപോലെ നല്ല നീറ്റായിട്ട് ചുളിവുകളൊന്നും ഇല്ലാതെ നാലായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചുരിദാറിൽ നിന്നും അളവെടുത്തിട്ട് മെഷർമെൻറ്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചുരിദാറിൽ നിന്നും അളവെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അളവിനെടുക്കുന്ന ചുരിദാർ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അളവെടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ തന്നെ അളവെടുക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം നമുക്കിതിൻ്റെ ലെങ്ത്ത് ഒന്ന് അളന്ന് നോക്കാം. ലെങ്ത്ത് അളക്കേണ്ടത് ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് തൊട്ടിട്ട് താഴോട്ടേക്ക് ഇവിടെ വരെയാണ് നമുക്ക് ലെങ്ത്ത് അളന്നെടുക്കേണ്ടത്. ഇപ്പോൾ ലെങ്ത്ത് ഞാനിവിടെ 42 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് കൂട്ടി കൊടുത്തിട്ട് 43 ഇഞ്ച് നമുക്ക് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ താഴെ നിന്നും മുകളിലേക്ക് 43 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി പോർഷനാണിത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൈ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾ നെറ്റി മെറ്റീരിയൽ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഈ മടക്കുമ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള കൈ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കട്ടിംഗ് ഒന്നും ഇല്ലാതെ കൈക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചിട്ട് മടക്കി വെക്കാം. നമുക്ക് അതിൻ്റെ ഷോൾഡർ ഒന്ന് അളന്ന് നോക്കാം. ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കൈ ജോയിൻ്റ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് നിന്നും ഈ ഒരു കൈ ജോയിൻ്റ് ചെയ്ത ഭാഗത്തേക്ക്, അതായത് ഇവിടെ ഇങ്ങനെ വലിച്ചു പിടിക്കുകയൊന്നും ചെയ്യാതെ ഇതുപോലെ ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഇതിൽ 13 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോൾഡറിൽ മാർക്ക് ചെയ്യുമ്പോൾ 13 / 2 അതായത് 6.5 ഇഞ്ച്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൂട്ടി കൊടുത്തിട്ട് 7 ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 7 ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്തു. നമുക്കിതിൻ്റെ ആം ഹോള് മാർക്ക് ചെയ്യണം. ആം ഹോള് ഈ ഷോൾഡർ തന്നെയാണ് ആം ഹോളിനും ഉണ്ടാവുക. അപ്പോൾ കുറച്ച് വണ്ണമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി കൊടുത്തിട്ട് ഒരു 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ ചെസ്റ്റ് റൗണ്ട് ഈ ഒരളവാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ കൈക്കുഴിയുടെ ഇവിടെ നിന്നും ഇവിടെ വരെ എത്രയാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 20 ഇഞ്ചസാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ലെങ്ത്ത്, അതായത് ഈ അരവണ്ണത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഈ ഷോൾഡറിൽ നിന്നും ഇവിടത്തേക്ക് ഒരു 14 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് വേസ്റ്റിൻ്റെ അളവെടുക്കാം. ഇതാണ് വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ 19 ഇഞ്ചിൽ എടുക്കുന്നുണ്ട്. അതുപോലെ ഹിപ്പിൻ്റെ ലെങ്ത്ത് ഈ ഷോൾഡറിൽ നിന്നും 21 ഇഞ്ച് ഇവിടെ നിന്ന് നമുക്ക് ഹിപ്പിൻ്റെ അളവെടുക്കാം. ഹിപ്പിൻ്റെ വിഡ്ത്ത് 22 ഇഞ്ചിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് റൗണ്ട് ഇവിടെ കിട്ടിയത് 20 ഇഞ്ചാണ്. അപ്പോൾ 20 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളിതിൽ മാർക്ക് ചെയ്യുമ്പോൾ 20 / 2 അപ്പോൾ 10 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം. 10 ഇഞ്ചിൽ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം വേസ്റ്റ് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 14 ഇഞ്ചസിൽ വേസ്റ്റിൻ്റെ ലെങ്ത്ത്.
അതുപോലെ തന്നെ ഹിപ്പിൻ്റെത് 21 ഇഞ്ചസിൽ ഹിപ്പിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു 14 ഇഞ്ചിൻ്റെ അവിടുന്ന് വേസ്റ്റിൻ്റെ വിഡ്ത്ത് നമുക്ക് കിട്ടിയത് 19 അപ്പോൾ അതിൻ്റെ നേരെ പകുതി 9.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഹിപ്പിന് കിട്ടിയത് 22 ഇഞ്ചാണ് ഹിപ്പിൻ്റെ വിഡ്ത്ത്. അപ്പോൾ അതിൻ്റെ നേരെ പകുതി 11 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ 3 അളവുകളും നമുക്കതുപോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ അളവാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്നെല്ലാം 1 ഇഞ്ച് കൂടുതലാക്കിയിട്ട് 1 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ചോ കൂടുതലാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് ഈ സ്ലിറ്റിൻ്റെ അവിടെ 1 ഇഞ്ച് മാത്രമേ കൂട്ടി കൊടുക്കുന്നുള്ളൂ. എന്നാലും സ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ നീട്ടി വരച്ചു കൊടുക്കാം. അതുപോലെ അപ്പോൾ ഇത്ര അളവ് നമുക്ക് കിട്ടി. ഇനി ഇത് താഴോട്ടേക്ക് അതിൻ്റെ ബോട്ടം ഞാൻ എടുക്കുന്നത് 24 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ നേരെ 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സീം എലവൻസ് ഒന്ന് കൂട്ടിക്കൊടുക്കുക. നമുക്ക് ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഇവിടത്തേക്ക് നീട്ടി വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ ഒരു 2.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ ബാക്ക് നെക്ക് 2.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് ഒരു 5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ഫ്രഞ്ച് കർവ് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈ ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കത് ഇതുപോലെ ഒന്ന് ഇവിടുന്ന് ചരിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ലെങ്ത്തിൻ്റെ പകുതി ആദ്യം അളന്നെടുക്കുക. ഇവിടെ നിന്നൊരു 1/2 ഇഞ്ച് നമുക്ക് പുറത്തേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മാർക്കിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്ക് ആം ഹോൾ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിൻ്റെ ആം ഹോൾ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടും ഒരുമിച്ച് ഇതുപോലെ പിടിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം.
നമുക്ക് ഈ ഫ്രണ്ട് ഒന്ന് ഇതുപോലെ മാറ്റി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ആം ഹോൾ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് ഇനി ഇതിൻ്റെ നമുക്ക് കൈ കട്ട് ചെയ്തിട്ടുണ്ട്. കൈ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായത് കാരണം മറ്റൊരു തുണിയിൽ ഞാൻ നിങ്ങൾക്ക് കൈ കട്ട് ചെയ്യുന്നത് കാണിക്കാം. ഇത് നമ്മൾ നൈറ്റി പീസിൽ ബോഡി കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന പീസാണ്. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ കൈയിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്നാണ് മാർക്ക് ചെയ്യുന്നത്. 15.5 ഇഞ്ചാണ് കൈയിൻ്റെ നീളം വേണ്ടത്. അപ്പം നമുക്കതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടി 17 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മളിവിടെ ആം ഹോളിൽ എടുത്തിട്ടുള്ളത് 7.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂട്ടി കൊടുത്തിട്ട് 9 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് 9 ഇഞ്ച് കറക്റ്റ് ഉണ്ട്. നമുക്കിവിടുന്ന് ഇങ്ങോട്ടേക്കൊരു 3.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക കൈക്ക്. ഇനി കൈൻ്റെ വിഡ്ത്ത് 5.5 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസ് കൂട്ടി കൊടുത്തിട്ട് 6.5 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഈ 2 മാർക്കും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് വരച്ചെടുക്കാം. നമുക്ക് ഫ്രണ്ടിൽ ഇവിടെ കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ എടുത്തതിൻ്റെ നേർ പകുതി എടുക്കുക. അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇവിടുന്ന് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രണ്ടിൽ മാത്രമേ നമ്മളിത് കട്ട് ചെയ്യാവൂ. ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. നമുക്കിതുപോലെ തുറന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഫ്രണ്ട് ആം ഹോൾ നമ്മൾ ബോഡി പാർട്ടിൽ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടിയതുപോലെ കൈ നമ്മൾ ഈ ഒരു ഭാഗമാണ് ഫ്രണ്ടിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ അതുപോലെ തന്നെ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ ഞാനത് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.